മോഹൻലാൽ, അക്ഷയ് കുമാർ, പ്രഭാസ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിങ്ങനെ വലിയൊരു താരനിര ഉണ്ടെങ്കിൽ പോലും ആരെക്കൊണ്ടും രക്ഷിക്കാൻ കഴിയാത്ത ഒരു മൂവിയാണ് കണ്ണപ്പ എന്ന് പറയുന്ന ഈ ഒരു തെലുങ്ക് സിനിമ. ഇത് എഴുതിയിരിക്കുന്നത് വിഷ്ണു മഞ്ജു തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ മോഹൻ ബാബുവാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മുകേഷ് കുമാർ സിംഗ് ആണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ്. സോ ഈ ഒരു സിനിമ വർക്കൗട്ട് ആവാത്തതിൻ്റെ മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നി ഇതിൻ്റെ ഡബ്ബിംഗ് തന്നെയാണ്. അപ്പോൾ ഡബ്ബിംഗ് ഇല്ലെങ്കിൽ വർക്കാവുമോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. ഡബ്ബിങ്ങിൽ വരുന്ന പേരും ആ ഒരു രീതിയിലുള്ള ആക്ടേഴ്സിൻ്റെ ഡയലോഗൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പം നമുക്ക് തന്നെ ആ ഒരു സീരിയസ് മോഡിൽ പോകുന്ന മൂവി തന്നെ ആ ഒരു ഫണ്ണി എലമെൻറ്റ് വരുന്ന കാണാം ഈ ഒരു ഡബ്ബിങ് കാരണം മാത്രം. സോ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളൊരു ഡബ്ബിംഗ് ആണ് ഈ ഒരു സിനിമ എൻ്റയറിൽ വരുന്നത്. ഈ ഒരു പേരൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ വളരെയധികം ഫണ്ണി ആയിട്ടാണ് പോകുന്നത്. സോ ആ ഒരു രീതിയിലുള്ള ഓഡിയൻസിന് ചിരി വരുന്ന രീതിയിലുള്ള പേരുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡബ്ബിംഗ് കാരണം അങ്ങനെ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സിനിമയുടെ സ്റ്റോറി പറഞ്ഞ് ആ ഒരു 3 മണിക്കൂറിന് മുകളിൽ തന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി പറയാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത പെർഫോമൻസും മേക്കിങ്ങും ഡയറക്ഷനും ഒക്കെ പ്രേക്ഷകൻ്റെ ക്ഷമ നല്ല രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് സിനിമയുടെ വേറൊരു പ്രധാന പ്രശ്നമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് തിന്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വിഷ്ണു മഞ്ജു എഴുതിയിരിക്കുന്ന ഈ ഒരു നായകൻ്റെ കഥാപാത്രം. സോ ഒരു നായകന് ഒരു റൊമാൻറ്റിക് ആംഗിൾ ഉണ്ട് ഈ ഒരു പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടറായിട്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു റൊമാൻസ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ബാഹുബലി ഓർമ്മ വരും. കാരണം ബാഹുബലിക്കകത്തെ കുറേ സീക്വൻസസ് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ഒരു സിനിമയിൽ വരുന്നത്. സോ അത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു മടുത്ത കഥ തന്നെയാണ് ഇവിടെയും ഓഫർ ചെയ്യുന്നത്. അതായത് ഇൻ്റർവെല്ലിൽ ഒരു സീക്വൻസ് വരുന്നുണ്ട്. ആ ഒരു സീക്വൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ഒരു മേക്കിങ്ങിൻ്റെ ആ പാളിച്ചകളൊക്കെ നമുക്ക് ആ ഒരു സീക്വൻസ് കാണുമ്പോൾ തന്നെ അറിയാം. സോ അതാണ് ഈ ഒരു സിനിമയുടെ മേജർ പ്രശ്നം. ഈ ഒരു ക്യാമിയോസിനൊന്നും യാതൊരു ഇമ്പാക്റ്റും കൊടുക്കാത്ത രീതിയിലുള്ളൊരു മേക്കിംഗ് ആണ് ഈ ഒരു മൂവി ഫോളോ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ പ്രഭാസിൻ്റെ ആണ് തമ്മിൽ ബെറ്റർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരുടെയും ക്യാമിയോ റോൾസ് നോക്കുവാണെങ്കിൽ ആ യാതൊരു രീതിയിലുള്ള ഇമ്പാക്റ്റും തരാത്ത ക്യാമിയോസാണ്. നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിലുടനീളം നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഈ ഒരു അത്തീസ്റ്റ് വെസസ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പറയുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ വിജയിക്കുന്നത്. ഇപ്പോൾ കന്നഡ സിനിമയായിട്ടുള്ള ശ്രീ മഞ്ജുനാഥ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പണ്ട് റിലീസായിരുന്നു 2001. സോ അതൊക്കെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് നൽകിയൊരു മൂവിയാണ്. സോ അത് ആ ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇങ്ങനെയുള്ള സിനിമകൾക്ക് വേണ്ടത്. ഇവിടെ ആ ഒരു കൊമേഴ്ഷ്യൽ ആംഗിളും എല്ലാം തമ്മിൽ മിക്സപ്പ് ആകുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ടാണ് ഈ ഒരു മൂവി പോകുന്നത്. അതല്ലാതെ തന്നെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ഈ ഒരു സിനിമ തീരുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മളുടെ ആ ഒരു തോട്ട് പോകുന്നത്. കാരണം അത്രയും ആ ഒരു ഓഡിയൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ എത്തുന്നില്ലോ എന്നുള്ളൊരു ചിന്ത നമ്മൾ ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു സിനിമയുടെ മേജർ പ്രശ്നം. സോ അങ്ങനെയുള്ള വളരെ വീക്കായിട്ടുള്ളൊരു ക്ലൈമാക്സ് നൽകിയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. സോ ഒരു 3 മണിക്കൂറിൽ കൂടുതലുണ്ട് സിനിമ. ആ ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു വർക്കാണ്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒന്നും തന്നെ ആ ഒരു ലെവലിൽ വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ മുകുന്ദൻ്റെ ആ ഒരു റോളുണ്ട്, അത് മാത്രമാണ് വലുതായിട്ട് ആ ഒരു വെറുപ്പിക്കാത്ത രീതിയിലുള്ള. ബാക്കി എല്ലാ റോൾസ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ പ്രശ്നം കൊണ്ട്, ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടും, സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പ്രശ്നം കൊണ്ടും ഓഡിയൻസിന് സഹിക്കാവുന്ന രീതിയിൽ പോകുന്ന ഒരു മൂവിയല്ല. സോ താല്പര്യമുള്ളവർക്ക് മാത്രം നിങ്ങളുടെ റിസ്കിൽ കാണാം.